ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ ഇതിനെ കഷ്ടപ്പെട്ട് തള്ളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സ്നോ അതിൽ സ്ട്രോളർ എടുത്തോണ്ട് എന്നുള്ള അവസ്ഥ ഇതാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നേരത്തെ ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ ഇതിനെ വന്ന് ഞങ്ങൾ സ്നോയിൽ കൂടെ തള്ളിയെടുക്കുമായിരുന്നു അവൻ്റെ സ്ട്രോളർ. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാണ്. തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയില്ല. സോ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. സ്നോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഇതൊരു നല്ല ഉറക്കമാണ്. ഞങ്ങൾ ട്രാം സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. വണ്ടിയുടെയൊക്കെ മുകളിൽ സ്നോ നല്ല രീതിയിലുണ്ട്. അതുവഴി പോകണ്ട, നമ്മൾ പെട്ടുപോകും. നമുക്ക് ഇങ്ങനെ പോവാം. സ്നോ കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ മൂക്കും കുത്തി തറയിൽ കിടക്കും. അയ്യോ, ഞാൻ പിടിക്കണോ? ഇതൊരു സ്ലെഡ്ജിലൊക്കെ ഇരുത്തി അവൻ ഒട്ടും അടങ്ങിയിരിക്കാത്തതുകൊണ്ടാണ് അവൻ്റെ സ്ട്രോളറും കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ സ്നോയിൽ ഒരുമാതിരി നമ്മുടെ മണലിലൊക്കെ നടക്കുന്ന ഫീലാണല്ലേ. അപ്പോൾ ഞങ്ങൾ ട്രാം സ്റ്റേഷൻ എത്താറായി. ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ ട്രാം സ്റ്റേഷനിൽ ആൾക്കാർ ഒട്ടും അങ്ങനെ കാണാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കാണ്. അയ്യോ ഇല്ല, ആരും ട്രാം പോയോ എന്തോ. ഇല്ല, ഒരു ട്രാം വരുന്നെന്ന് തോന്നുന്നു അങ്ങ് ദൂരേന്ന്. കേട്ടില്ല. ഇതൊരു നല്ല ഉറക്കമാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഫേമസ് കാസിലാണ്. ആ സ്നോ കൊണ്ട് മൂടിയപ്പോഴത്തേക്ക് നല്ല രസമല്ലേ ആ ഒരു കാസിൽ കാണാൻ. ഇപ്പൊ ഞങ്ങളുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ഒരു ചേർച്ച് ആണെന്നാണ് തോന്നുന്നത്. പോവാം. ചെറിയ രീതിയിൽ സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ വന്ന സമയം നല്ല ബെസ്റ്റ് ടൈം, നല്ല തിരക്ക്. ഈ ഒരു മാർക്കറ്റ് സ്ക്വയറിന്റെ ചുറ്റുമുള്ള ബിൽഡിങ്സിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രീമിയം ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ് കാണാം. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, കഫേ. പിന്നെ ആ കഫേസിന്റെ പുറത്തുള്ള സീറ്റിംഗ് അവർ നല്ല രീതിയിൽ ഷീൽഡൊക്കെ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കസ്റ്റമേഴ്സിന് വെതർ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കും. ശരിക്കും ഇവിടുത്തെ വൈബ് രാത്രി ആകുമ്പോഴേ അറിയാൻ പറ്റും. അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോഴേ ശരിക്കും അറിയാം. ഈ ഒരു ചേർച്ചിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിവിടെ ക്രാക്കോയിലെ വൺ ഓഫ് ദി ഫേമസ് ചേർച്ചാണ്. എനിക്കിപ്പോൾ എപ്പോൾ ഈ മാർക്കറ്റ് സ്ക്വയർ വന്നാലും ഇതൊരു ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ മാർക്കറ്റ് സ്ക്വയറിലെ ക്രിസ്മസ് ട്രീ. ശരിക്കും ഇതിനൊരു ലൈറ്റിംഗ് സെറിമണിയൊക്കെ ഉണ്ടായിരുന്നു December 2. പക്ഷേ അന്നത്തെ വെതർ വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് വന്നത് കാണാനൊന്നും പറ്റിയില്ല. ലൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കാണാം. ശരിക്കും അവിടെ ചുറ്റും സ്നോയും പിന്നെ ക്രിസ്മസ് ട്രീ, ബാക്ക്ലിറ്റ് ചേർച്ച് എല്ലാം കൂടെ ഒരു അടിപൊളി വൈബാണ്. എന്തായാലും ലൈറ്റ്സ് ഓൺ ആകുമ്പോൾ ഒരു കിടിലം വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ആവുന്നത്. ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. തറയിൽ നിറയെ സ്നോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രോളറും കൊണ്ട് തള്ളിപ്പോവാൻ നല്ല പാടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ ശിവഗിരി ഉത്സവങ്ങളിലൊക്കെ പോകുന്ന പോലെയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. ആ ഒരു വൈബ് ആദ്യം തോന്നി. നിറയെ ഫുഡ് സ്റ്റോൾസും പിന്നെ കുറെ സൊവന്യൂസിന് ഇത് തിരക്ക് കാരണം അടുക്കാൻ പറ്റുന്നില്ല. ഈ ലൈറ്റ് ഓൺ ആയല്ലേ അമ്മേ, ഇപ്പൊ സ്ലിപ്പായി. ഓ തിരക്ക്. നമുക്ക് അതിനെ ഫുഡ് ട്രൈ ചെയ്യണം കേട്ടോ. എവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നു. ആരും ഇടിച്ചിട്ട് പോയി. എല്ലാവരും ഇടിച്ചിട്ട് പോയിക്ക.
അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു തിക്കും തിരക്കുന്ന മാറി ഞങ്ങളൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു വാഫിൾ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് ഞാനൊരു വാഫിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് വിപ്ഡ് ക്രീം. 25 സ്ലോട്ടിയാണ്. ഈ കാണുന്നതാണ് അവരുടെ മെനു. അവരുടെ ഒരു ബേസിക് വാഫിൽ തന്നെ 15 സ്ലോട്ടി ആയിരുന്നു. നാട്ടിലത്തെ 300 രൂപ. ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ട് വാഫിൽ. താങ്ക് യു. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ വാങ്ങിയ വാഫിൽ. നമ്മളെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ആണ്. കൊള്ളാം. 25 സ്ലോട്ടിയാണ് ഈ സാധനം. ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ലാത്ത ഇക്ക കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? കൊള്ളോ? അങ്ങനെ ഞങ്ങൾ വാഫിലൊക്കെ കഴിച്ചു തീർന്നതിന് ശേഷം ബാക്കി മാർക്കറ്റ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്നത്തെ ദിവസത്തെ തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഒരുപാട് മീറ്റ് ഡിഷസ് സെർവ് ചെയ്യുന്ന കടകളൊക്കെ കണ്ടു. നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു അവർ ആ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ. പക്ഷേ ഈ തിരക്കിനിടയിൽ മോനെയും കൊണ്ട് അവിടെ പോയി അതൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്ന കാര്യം ഒട്ടും പോസിബിൾ അല്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ ഒരു ഷോപ്പിൽ അവർ സെർവ് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും കാണാൻ നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. കാരമലൈസ്ഡ് ഓണിയനും ചീസും ഒക്കെ വെച്ച്. എന്തിൻ്റെയൊക്കെയോ കടകളൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തോ ഹോട്ട് ഡോഗിൻ്റെ ആണ്. ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ട് ജിഞ്ചർ ബ്രെഡ് ട്രൈ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. നിങ്ങൾ ഈ കാണുന്ന റോസിന്റെ വില എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ വില 70 സ്ലോട്ടി ആയിരുന്നു. നാട്ടിലത്തെ 1400 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തോരം എക്സ്പെൻസീവ് ആയിരുന്നു അത്. അങ്ങനെ റേറ്റ്സ് ഒക്കെ കണ്ട അന്തം വിട്ടിട്ട് ഞങ്ങൾ ബാക്കി എക്സ്പ്ലോറിങ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു ഷോപ്പിൽ ആളിച്ചിരി കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് തണുപ്പത്തൊരു സൂപ്പ് കുടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഈ ടൊമാറ്റോ സൂപ്പ് എടുത്ത് 15 സ്ലോട്ടിക്കാണ് വാങ്ങിച്ചത്. അതിനോട് ഈ ബ്രെഡ് ഫ്രീ ആണ്. രണ്ടാമത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയ്യിലെടുത്ത് ഓടിച്ചോ, അപ്പം തണുക്കൂല. സൂക്ഷിച്ച് കൊച്ച്. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഇതിന് നല്ല ഉറക്കമാണ് ഇപ്പോഴും. ഇതിനൊരു കണ്ണ് വേണം. ഇതൊരു ക്രിസ്മസ് ട്രീ ലൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും തണുപ്പത്തെ സൂപ്പ് കുടിക്കാൻ അടിപൊളിയാണ്. ബ്രെഡ് സൂപ്പ്. ആ ഒരു സ്റ്റോൾസിന്റെ മുകളിലുള്ള ലൈറ്റിംഗ് ഒക്കെ അവർ ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ മാർക്കറ്റ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇതിരുകുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ഒരു കള്ളക്കരിച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കള്ളക്കരിച്ചിൽ ചെറിയ രീതിയിൽ സ്നോഫോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ക്രിസ്മസ് ട്രീ ഒക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. മോനെയും കൊണ്ട് ഞങ്ങൾക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഞങ്ങളൊരു പഴയ വ്ളോഗിൽ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു മാർക്കറ്റ് സ്ക്വയറിൽ വരുന്ന മിക്ക ആൾക്കാരും ഈ കാണുന്ന കുതിരസവാരി എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിന് അവർ പറയുന്ന റേറ്റ് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 6000 രൂപയാണ്. അതായത് ഇവിടുത്തെ 300 സ്ലോട്ടി. സ്നോഫോളൊക്കെ വീണിട്ട് ഇക്കാടെ തൊപ്പിയിലൊക്കെ സ്നോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രിസ്മസ് ട്രീയുടെ അവിടെ ഫോട്ടോ എടുത്തിട്ട് പോവാം. കാരണം ഇതിനെ കൊണ്ടിവിടെ പാടാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ ക്രാക്കോയിൽ വേറെ 1-2 സ്ഥലങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഈ മെയിൻ സ്ക്വയറിലെ മാർക്കറ്റാണ് വൺ ഓഫ് ദി ഫേമസ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബാക്കി കാണുന്നതാണ് ഇവിടുത്തെ ക്രാക്കോ മെയിൻ സ്ക്വയറിലെ ക്രിസ്മസ് ട്രീ. എന്തായാലും ക്രിസ്മസ് ട്രീയുടെ ലൈറ്റും കൂടെ ഓൺ ആയപ്പോഴാണ് ശരിക്കും മാർക്കറ്റിലെ വൈബ് അങ്ങ് ഓൺ ആയത്. ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാണുന്ന ഒരു അങ്കിളിനെ കണ്ടത്. സാന്റാക്ലോസിനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിയുടെ കൂടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോസ്. 4:30-5 മണി ആയിട്ടേ ഉള്ളൂ. എന്നാലും ഇവിടുത്തെ ഇരുട്ട് സ്ട്രീറ്റൊക്കെ ലൈറ്റ് ചെയ്ത് നല്ല രീതിയിലൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മാലുറൈനക്. ഈ ഒരു ഏരിയ വെച്ചിട്ടായിരുന്നു ഓഗസ്റ്റ് ടൈമിൽ പെരോഗി ഫെസ്റ്റിവൽ നടന്നത്. അതിൻ്റെ ഒരു വ്ളോഗ് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് പോയി കാണാം.
എന്തായാലും ചുറ്റും ഈ ഒരു ഏരിയയിൽ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ കിടിലം ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ചെറിയ രീതിയിൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല. പുതിയൊരു വ്ളോഗ് വരുന്നവരെ ബൈ.